വോയിസ് ഓഫ് റിഫോർമേഷൻ നവീകരണ ശബ്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ രാജ്യത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു ചർച്ചാ വിഷയമാണ് ക്രൈസ്തവ നേതൃത്വങ്ങളും രാഷ്ട്രീയ കക്ഷികളുമായിട്ടുള്ള ചർച്ചയും സംവാദങ്ങളുമൊക്കെ. ഈ കാര്യങ്ങളൊക്കെ നാം വീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്ത്യാനികൾ എക്കാലത്തും വഞ്ചിക്കപ്പെട്ടുള്ള ചരിത്രങ്ങൾ ലോകത്തിൽ വളരെയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, ലോകത്തിൽ അനേകം മുസ്ലിം രാജ്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്തിൽ വളരെ പെട്ടെന്ന് ഒരാഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. ഈ ആഭ്യന്തര കലാപം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ അവിടെ നിന്ന് ഒരു വലിയ കൂട്ടം ജനം അഭയാർത്ഥികളായി പുറത്തു വരുന്നു. ഈ അഭയാർത്ഥികളെ മുസ്ലിം രാജ്യങ്ങളിൽ തന്നെ സമ്പന്നമായ രാജ്യങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നില്ല. ഈ അഭയാർത്ഥികൾക്ക് അവിടേക്ക് പോകുവാൻ അവർ മനസ്സ് കാണിക്കുന്നതുമില്ല. ഇവർ നേരെ പോകുന്നത് ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലേക്കാണ്. ഈ രാജ്യങ്ങൾ അവർ വിശ്വസിക്കുന്ന ബൈബിളിൻ്റെ ധർമ്മമനുസരിച്ച് സഹജീവികളോട് കരുണ കാണിക്കുവാൻ ആ രാജ്യത്തിൻ്റെ വാതിൽ അവർക്കായി തുറന്നു കൊടുത്ത് ആ രാജ്യത്തുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് നൽകി, ഒടുവിൽ പൗരത്വവും നൽകി ഇവരെ ആ രാജ്യത്ത് പാർപ്പിക്കുന്നു. എന്നാൽ കടന്നുകൂടുന്ന ഈ അഭയാർത്ഥികൾ വളരെ തന്ത്രപരമായി ആ രാജ്യത്ത് പൗരന്മാർക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ ആവോളം അവകാശമാക്കി തങ്ങളുടെ ജനസംഖ്യ ആവോളം വർദ്ധിപ്പിക്കുന്നു. ഞാൻ ഈ അടുത്ത സമയത്ത് കേട്ടത്, ഈ രാജ്യങ്ങളൊന്നിൽ കടന്നുകൂടുന്ന ഒരു രാജ്യത്തൊരു അനുഭവമാണ്. അവിടെ അഭയാർത്ഥികളായി കടന്നുകൂടുന്ന പുരുഷന്മാർ ആദ്യം ഒരു വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ചിട്ട് അതിൽ കുറെ മക്കളുണ്ടാകുന്നു. മക്കളുണ്ടായി കഴിഞ്ഞാൽ ഇവർ കോടതിയിൽ വിവാഹമോചനത്തിനായി സമീപിക്കുന്നു. കോടതിയിൽ നിന്ന് വിവാഹമോചനം പ്രാപിച്ചിട്ട് ഇവർ ഈ വിധവയും മക്കളും രാജ്യത്ത് പൗരന്മാർക്ക് ലഭിക്കുന്ന വിധവ കുഞ്ഞുങ്ങൾ, അവർക്കുള്ള സഹായം, അതായത് ഭവനം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഇവർ സ്വായത്തമാക്കി സുഖമായി ജീവിക്കുന്നു. ഈ പുരുഷന്മാർ മറ്റൊരു വിവാഹം കഴിച്ച് അതിൽ പിന്നെയും മക്കളുണ്ടാകും. ഇങ്ങനെ വളരെ കണക്കൂട്ടലോടുകൂടി ഇവരുടെ ജനസംഖ്യ വളരെ ദ്രുതഗതിയിൽ വർദ്ധിപ്പിക്കുന്ന ഒരനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ക്രമേണ ഇവര് അവിടുത്തെ ഭരണതലത്തിലേക്ക് ചുവടുവെക്കുന്നു. ഭരണതലത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ തന്നെ മറുവശത്ത് ഇവർ ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ബോംബുകൾ വയ്ക്കുക, വാഹനങ്ങൾ ജനക്കൂട്ടത്തിലേക്ക് കയറ്റി ആളുകളെ കൊല്ലുക, കത്തിക്കുത്ത് നടത്തുക. അങ്ങനെ ആകെ സ്വൈര്യമായി ആ രാജ്യത്ത് ജീവിച്ചിരുന്ന ജനത്തിന്റെ നടുവിലേക്ക് ഭീതിയുടെ വിഷം ഇവർ വമിപ്പിക്കുകയാണ്. ഇങ്ങനെ ഇവര് ആ ജനത്തെ തങ്ങളുടെ ആ ഭീതിയുടെ നിഴലിൽ നിർത്തി ജനത്തെ ഭയവിഹുലരാക്കി ഭീതിപ്പെടുത്തി അടിമപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ തത്വമാണ് ഏതൊരു ഭീകര പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന തത്വം. ഭീതിപ്പെടുത്തി അടിമപ്പെടുത്തുക. ഇങ്ങനെ ഈ ഭീകരപ്രവർത്തനം ലോകം മുഴുവനും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ വളരെ തന്ത്രപരമായി ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, കൊടും ക്രൂരതകളോടുകൂടി. അതായത് ഒരു മൃഗത്തെ കഴുത്തറക്കുന്നത് പോലെ മനുഷ്യനെ, സ്വന്തം സഹജീവിയെ കത്തികൊണ്ട് കഴുത്തറത്തറത്ത് കൊല്ലുന്ന ഈ കഠോരമായ ആ ക്രൂരത ഏത് മനസാക്ഷിയെയും മരവിപ്പിക്കുന്നതായി നാം എല്ലാവരും കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള വാർത്തകളാണ്. ഇങ്ങനെ ഈ ഭീകരത നമ്മുടെ ഇന്ത്യയിലും അവിടെയായി ജനത്തിനിടയിൽ ഭീതി വിതയ്ക്കുവാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ഭീകരതയുടെയും അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഭയപ്പെടുത്തി അടിമപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഈ ഭീകരപ്രവർത്തനത്തെ ഇന്ത്യയിൽ
ഇന്ന് ഭരിക്കുന്ന ഭരണകൂടം വളരെ കർശനമായി നേരിട്ട് അതിനെ അടിച്ചമർത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീകരപ്രവർത്തനങ്ങൾ ആര് കാണിച്ചാലും, അത് ക്രിസ്ത്യാനികളായാലും ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും മറ്റാരായാലും, സ്വൈരമായി ജീവിക്കേണ്ട ജനജീവിതത്തിനിടയിലേക്ക് ഭീതി വളർത്തി ജനജീവിതം ദുസ്സഹമാക്കി സമാധാനം കെടുത്തിക്കളയുന്ന ഏതൊരു ഭീകരപ്രവർത്തനങ്ങളെയും എന്ത് വില കൊടുത്തും അടിച്ചമർത്തി ജനത്തിന് സ്വൈരജീവിതം ഉറപ്പുവരുത്തുക എന്നുള്ളത് ധർമ്മനിഷ്ഠമായ ഒരു ഭരണകൂടത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കർത്തവ്യമാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഈ മുസ്ലിം തീവ്രവാദ പ്രവർത്തനത്തെ അടിച്ചമർത്തുന്നതിൻ്റെ മറവിൽ മറ്റൊരു ഭീകരപ്രവർത്തനം ജനത്തിനിടയിൽ ഭീതി വിതയ്ക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി ഇന്ത്യയിലുള്ള ജനസമൂഹം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അത് ഹിന്ദുത്വ തീവ്രവാദ പ്രവർത്തനങ്ങളാണ്. അത് ഈ രാജ്യം ഭരിക്കുന്ന BJPയും അവരെ നിയന്ത്രിക്കുന്ന RSS എന്ന് പറയുന്ന മത തീവ്രവാദ കക്ഷിയും ഇവര് നേതൃത്വം കൊടുക്കുന്ന ഭീകര പ്രവർത്തനങ്ങളാണ് ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വളരെ നാളുകളായില്ല മണിപ്പൂരിൽ അതിദാരുണമാംവിധം ഗോത്ര വർഗ രണ്ട് വർഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായി. ആ സംഘർഷത്തിൽ ഒരു സമയം വരെ ഏറെ നാൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം നിശബ്ദത പാലിച്ച് മാറി നിന്നത് നാം എല്ലാവരും കണ്ടതാണ്. അതേസമയം തന്നെ പ്രാദേശികമായിട്ട് അവിടെയുള്ള എല്ലാ നിയമവാഴ്ചകളും ആക്രമിക്കപ്പെടുന്ന ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള ആ ഗോത്ര വിഭാഗത്തിനെതിരെ നിലനിന്നു ഒത്താശകൾ ചെയ്തു എന്നുള്ളതും വളരെ വ്യക്തമായി നാം എല്ലാവരും കണ്ട കാര്യങ്ങളാണ്. അതിനെ BJPയും മറ്റും പുറത്തു കൊണ്ടുവന്നത് മറ്റൊരു പരിവേഷത്തിലാണ്. ഇത് നേരത്തെ അവിടെ നിലനിൽക്കുന്ന സംഘർഷമാണ് എന്ന് പറഞ്ഞാണ് ഇതിനകത്ത് മതം ഇടപെട്ടിട്ടില്ല, മതത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാണ് അവിടേക്ക് വന്നത്. പല മാധ്യമങ്ങളും അതിനെ ന്യായീകരിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ ഈ RSSഉം BJPയും പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന പല മാധ്യമങ്ങളുമുണ്ട്. ഈ മാധ്യമങ്ങളൊക്കെ അതിനെ വെള്ള തേച്ച് ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ച വാർത്തകളൊക്കെ നാം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ മണിപ്പൂരിൽ ക്രിസ്ത്യാനികളായ ആ ജനക്കൂട്ടത്തെ മറുവശം പ്രകോപിപ്പിച്ച് ഒരു സംഘർഷത്തിലേക്ക് വലിച്ചിഴച്ച് അവിടെ ആ സംഘർഷത്തിന്റെ മറവിൽ ക്രിസ്തീയ ഭൂരിപക്ഷത്തെ മണിപ്പൂരിൽ നിന്ന് ഇല്ലാതാക്കി ക്രിസ്ത്യാനികളുടെ പ്രബലത അവിടെ ക്ഷീണിപ്പിക്കുവാൻ വേണ്ടിയുള്ള മനഃപൂർവമായി ആസൂത്രണം ചെയ്ത കലാപങ്ങളാണ് അവിടെ നടന്നത് എന്ന് ഏതൊരു വ്യക്തിക്കും അതിൻ്റെ വസ്തുതകൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ്. ഏതാണ്ട് 300-ലധികം പള്ളികൾ അവിടെ തകർക്കപ്പെട്ടു. അവിടെയുള്ള ജനത്തിന്റെ വീടുകൾ ചുട്ടരിക്കപ്പെട്ടു. ആളുകൾ നിഷ്ഠൂരമായ വിധത്തിൽ കൊല ചെയ്യപ്പെട്ടു. ആ ക്രിസ്തീയ വിഭാഗത്തിന്റെ ജനസംഖ്യാ വർധനവ്, അതായത് അവർക്കൊരു സ്വൈര ജീവിതം ഉണ്ടായിട്ട് വേണം അവർക്ക് വിവാഹം കഴിക്കുക, അങ്ങനെ സന്താന വർധനവ് നടക്കുക, ഇതൊക്കെ നടക്കേണ്ടതാണ്. ഇതൊക്കെ ഒരു സമാധാന ജീവിതത്തിന്റെ നടുവിൽ മനുഷ്യനിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ പകരം അവര് ഭീതിയിൽ വനപ്രദേശങ്ങളിലേക്ക് ഓടി വീടും നാടും നഷ്ടപ്പെട്ടവരായി അലഞ്ഞു തിരിയേണ്ടി വരുന്ന അനുഭവം. അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിൽ ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള
സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികളെ ദുർബലപ്പെടുത്തി അടിമപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ മത നിഷ്ഠൂര ഭീകര പ്രവർത്തനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് ഏതോ സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ കേന്ദ്ര സർക്കാർ മണിപ്പൂരിലേക്ക് ചെല്ലുകയും അവിടെ എന്തൊക്കെയോ ജനത്തിൻ്റെ ആശ്വാസത്തിനായി ചെയ്യുവാൻ അവര് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ നടന്നു കണ്ടാൽ നല്ലത്. ഇനി അതേസമയം തന്നെ വടക്കേ ഇന്ത്യയിൽ നമ്മൾ നോക്കണം. വടക്കേ ഇന്ത്യയിൽ UP, അതുപോലെ തന്നെ ബീഹാർ, ഒറീസ, ഇങ്ങനെയുള്ള ആ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ഇവിടെ ചില മാധ്യമങ്ങളുടെ ഭാഷണമനുസരിച്ച് ക്രിസ്ത്യാനികൾ എല്ലാവരുമില്ല, അതിൽ പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ഈ മതപരിവർത്തനം നടത്തുന്നത് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ക്രൈസ്തവരെ, കത്തോലിക്കർ, മറ്റ് ഓർത്തഡോക്സ്, യാക്കോബായ തുടങ്ങിയ സമൂഹത്തെയൊക്കെ അവരോട് ചേർത്ത് നിർത്തി കൊണ്ടുപോകുവാനുള്ള ഒരു അടവ് ഈ മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ ചില നാളുകളായി യൂട്യൂബിലൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഈ വടക്കേന്ത്യയിലുള്ള ക്രൈസ്തവർ അവരെ നിഷ്ഠൂരമായി പീഡിപ്പിച്ച്, അത് പീഡിപ്പിക്കുന്നത്, ആ പീഡനത്തിന്റെ കഥകൾ പറഞ്ഞു വരുമ്പോൾ പീഡിപ്പിക്കുന്നത് BJPയുമല്ല RSSും അല്ല. ഞങ്ങളത് ചെയ്തിട്ടില്ല, ഞങ്ങളത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞവർ മാറി നിൽക്കുന്നു. അതിനെ അതേ തൂക്കത്തിൽ ഇവിടെയുള്ള ചില ചാനലുകളും അത് തന്നെ ജനത്തോട് പറയുന്നു. BJPയും RSSും ബജറംഗദളിനും സംഘപരിവാറിനും ഈ ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യാനുള്ള ആ പ്രവൃത്തി കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം കേന്ദ്രം ഭരിക്കുന്ന BJP ഹിന്ദുത്വ ആശയങ്ങളെ നടപ്പിലാക്കുവാൻ അക്ഷീണമായി ശ്രമിക്കുന്ന RSS, BJPയെ നിയന്ത്രിക്കുന്ന RSS, ഇവര് രണ്ടും അറിയാതെ ഈ രാജ്യത്ത് ഒരു മതപീഡനം, അത് ക്രിസ്ത്യാനികൾക്കെതിരെ ഹിന്ദുക്കൾ ഒരിക്കലും ചെയ്യുകയില്ല. ചെയ്താൽ രാജ്യത്ത് നിയമമുണ്ടല്ലോ, ഇവർക്ക് നിയമം എടുക്കണമല്ലോ, ഇവര് നിയമം നടപ്പിലാക്കണമല്ലോ. പക്ഷെ ഇവർ മിണ്ടാതിരിക്കുന്നതിന്റെ കാരണം, കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല, അതിന്റെ കാരണം ഇവര് RSSും BJPയും ഈ പീഡനം ബജറംഗദളിനും സംഘപരിവാറിനും കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. അവർക്ക് വേണ്ടുന്ന എല്ലാ നിയമ പിൻബലങ്ങളും സാമ്പത്തിക സഹായങ്ങളും ആയുധങ്ങൾ വാങ്ങാനുള്ള ഇതിനകത്ത് ഏർപ്പെടുന്നവരുടെ എത്രയോ നല്ല ചെറുപ്പക്കാരാണ്. ഈ അടുത്ത സമയത്ത് ഈസ്റ്റർ സമയത്ത് തന്നെ അവിടെ ഒരു പള്ളിയിൽ ഒരു സാധുക്കളായ ജനം അവിടെ ഒരു ഷെഡിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറുവടികളും വടിവാളും ഒക്കെ ആയിട്ട് നല്ല ചെറുപ്പക്കാർ അവിടെ കടന്നു ചെന്ന് ആ ജനത്തെ ഭീതിപ്പെടുത്തി അവരെ പീഡിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ഈ അടുത്ത സമയത്ത് നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്തയാണ്. അപ്പൊ ഈ ചെറുപ്പക്കാർക്കൊക്കെ ചെലവിന് വേണ്ടേ? അപ്പൊ ഇവർക്ക് ചെലവിന് കൊടുക്കുന്നതും ഇവർക്ക് ആയുധങ്ങളും ഒത്താശകളും കൊടുക്കുന്നതും ഇവരാണ്. എന്നിട്ട് ഇവര് മാറി നിന്നിട്ട് ഇവര് നല്ല പിള്ള ചമയുകയാണ്, ഞങ്ങൾക്കിതിലൊന്നും ഒരു പങ്കില്ല. അപ്പോൾ ഒരിക്കൽ പെന്തക്കോസ്തുകാരാണ് മതപരിവർത്തനം നടത്തുന്നത് എന്ന് പറഞ്ഞ് അവരെ പീഡിപ്പിക്കുന്നതിനെ ന്യായീകരിച്ച ഈ പീഡിപ്പിക്കുന്ന സംഘം ഈ അടുത്ത സമയത്ത് നമ്മുടെ ഡൽഹിയിൽ, ഹരിയാനയിൽ അമൽരാജ് എന്ന് പറയുന്ന ആ പുരോഹിതനെ പീഡിപ്പിച്ചതും അത് കത്തോലിക്ക പുരോഹിതനാണ്. ഒഡീഷയിൽ ലത്തീൻ കത്തോലിക്ക പുരോഹിതൻ ജോഷി ജോർജിനെ അദ്ദേഹത്തിന്റെ
സഹപുരോഹിതനെയും തെരുവിലൂടെ വലിച്ചിഴച്ച് പോലീസ് കൊണ്ടുപോകുന്ന കാഴ്ചകളും, ഈ അടുത്ത സമയത്ത് ജബൽപൂരിൽ നടന്ന സംഭവം, ഫാദർ ജോൺ കോട്സും കന്യാസ്ത്രീകൾ ഒരു സംഘവും തീർത്ഥാടനത്തിന് അവിടെ എത്തി അവരെ തടഞ്ഞു വെച്ച് അവരെ ഭീതിപ്പെടുത്തി പോലീസിനെ വിളിച്ച് അവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ആ കാര്യം ചോദിക്കാൻ ചെന്ന ഫാദർ ഡേവിസിനെയും കൂട്ടുകാരനെയും സ്ത്രീകൾ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ വെച്ച്, പോലീസുകാരുടെ മുൻപിൽ വെച്ച് മർദ്ദിക്കുന്ന നാണം കെട്ട ദയനീയമായ കാഴ്ച നാം കണ്ടതാണ്. ഇതിനിടയിൽ ഇതിവിടെ നടക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ഡിസംബറിൽ ക്രിസ്മസ് സമയത്ത് നമ്മൾ കണ്ടതാണ്, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഇവിടുത്തെ ക്രിസ്തീയ നേതാക്കന്മാരുടെ പാർപ്പിടങ്ങളിൽ ചെന്ന് അവരെ കണ്ട് അവരോട് ഒരുമിച്ച് ആഹാരം കഴിക്കുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. അത് മതപുരോഹിതന്മാർ എന്നുള്ള നിലയിൽ അവർക്ക് ഒരു വലിയ പദവി ആയിരിക്കാം. കാരണം പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ഒക്കെ ഇവരെ ചെന്ന് കണ്ട് അല്ലെ ഇവരോട് ഒരുമിച്ചിരുന്ന് ആഹാരമൊക്കെ കഴിക്കുന്നത് അതൊരു വലിയ ഒരുതരം മാന്യതയായി അവര് ഒരുപക്ഷെ കണ്ടിരിക്കാം. അതേ തുടർന്ന് ക്രിസ്തീയ പ്രീണനത്തിനുള്ള കുറേ രംഗങ്ങൾ നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത സമയത്തായി അരങ്ങേറുന്നതെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുനമ്പത്തെ പാവപ്പെട്ട ജനത്തിന്റെ സത്യാഗ്രഹം. ആ ജനം അവർ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊടുത്തു വാങ്ങിയ അവരുടെ അവകാശത്തെ ഈ വഖഫ് നിയമത്തിന്റെ പേരിൽ അത് പിടിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന മുസ്ലിം മതം, വാസ്തവത്തിൽ ഒരു മതേതര രാജ്യത്തിൽ മുസ്ലിം രാജ്യങ്ങളിൽ ഒരു പക്ഷേ നടപ്പാക്കേണ്ട ഒരു നിയമം, വഖഫ് എന്ന് പറയുന്ന ഒരു നിയമം, അതുപോലെ തന്നെ പല മതങ്ങൾ ഒരുമിച്ച് സഹവർത്തിത്വത്തിൽ ജീവിക്കുന്ന ഈ രാജ്യത്ത് കൊണ്ടുവന്നിട്ട് അതിൽ ഒരു മതത്തിന് മാത്രം ഇങ്ങനെ ഒരു നിയമം അവർ കൊണ്ടുവന്നപ്പോൾ അതിന് അംഗീകാരം കൊടുക്കുവാൻ ഒരുമ്പെട്ട ഭരണകൂടത്തിന്റെ പ്രവർത്തികൾ തന്നെ വിവേചനാശക്തി ഇല്ലാത്തതും അനീതിയുമാണെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ഒരു രാജ്യം ഭരിക്കുന്നത് ഒരു ആൾക്കാരല്ല, ഭരണങ്ങൾ മാറി വരും, വസ്തുവിന്റെ ഉടമസ്ഥാവകാശങ്ങൾ തലമുറയായി മാറി വരും. ഇതേ ഒരു നിയമം ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കും കൊടുത്ത് അവരെ കൂടെ ഈ കളത്തിലേക്ക് ഇറക്കിയാൽ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഗതി എന്തായിത്തീരും എന്ന് ചിന്തിക്കണ്ടേ? ഈ നിയമം ഒരുപക്ഷെ മുസ്ലിം രാജ്യങ്ങളിൽ അവരുടെ ഭരണത്തിന് കീഴിൽ അവർക്ക് നിഷ്പ്രയാസം നടപ്പാക്കാൻ കഴിയുന്ന ഒരു നിയമമാണ്. വാസ്തവത്തിൽ ഈ നിയമം തന്നെ, ഈ ഒരു പരിപാടി തന്നെ എടുത്തു കളയപ്പെടേണ്ട ഒരു കാര്യമാണ്. അതൊരു മതേതര രാജ്യത്ത് പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നാൽ അതിൽ ചില ഭേദഗതികൾ കൊണ്ടുവരുവാൻ ഇന്നത്തെ ഭരണകൂടം ശ്രമിച്ചു. അത് ഈ മുനമ്പം പ്രശ്നം ഉണ്ടായപ്പോഴല്ല ഈ നിയമ ഭേദഗതി, വഖഫ് ഭേദഗതി ചെയ്യുവാൻ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയിട്ടത്. നാളുകളായി അത് ഭേദഗതി ചെയ്യുവാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മുനമ്പത്ത് ഇങ്ങനെ ഒരു വിഷയം ഉയർന്നു വന്നത്. വഖഫ് ഭേദഗതി പാർലമെന്റിൽ നടപ്പായ ശേഷം മുനമ്പത്ത് കണ്ട കാഴ്ചകൾ വളരെ തമാശയുളവാക്കുന്നതാണ്. അതായത് BJPയുടെ നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാരും കേന്ദ്രമന്ത്രി ഉൾപ്പെടെ അവിടെ ചെന്ന് അവരൊക്കെ അവിടെ ആ ജനത്തെ ധരിപ്പിക്കാൻ ശ്രമിച്ചത് മുനമ്പം പ്രശ്നത്തിന് വേണ്ടിയാണ് വഖഫ് നിയമം ഭേദഗതി ചെയ്തത്
എന്ന ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെടുത്ത് ഇവർക്ക് വോട്ട് നേടുവാൻ വേണ്ടിയുള്ള ഒരു വലിയ സന്ദർഭമാക്കി അതിനെ മാറ്റി. വാസ്തവത്തിൽ ആ നിയമ ഭേദഗതി മുനമ്പം പ്രശ്നത്തെ എത്രമാത്രം പരിഹാരത്തിലേക്ക് എത്ര വേഗം കൊണ്ടുവരുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്ന കാര്യമാണെന്ന് കേന്ദ്രത്തിൽ നിന്ന് തന്നെ വന്ന ആ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഇതിന്റെ എല്ലാം മൊത്തത്തിൽ നാം നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾ ഇന്ത്യയിലും കേരളത്തിലും വഞ്ചിക്കപ്പെടുകയാണോ എന്ന് നാം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മത നേതൃത്വങ്ങൾ, പുരോഹിതന്മാർ, പ്രത്യേകിച്ച് കത്തോലിക്ക പുരോഹിതന്മാരൊക്കെ വിവാഹം കഴിക്കാത്തവരാണ്. അവർക്ക് ഇന്ന് അവർ ജീവിച്ചിരിക്കുന്ന അവരുടെ ഈ ജീവിതത്തിൽ അവർക്ക് ലഭിക്കുന്ന മാന്യതയും അവർക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളുമാണ് അവർക്ക് ഏറ്റവും വലുത്. എന്നാൽ ഒരിക്കലും സാധാരണ ജനത്തിന് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് കുടുംബങ്ങളുണ്ട്, മക്കളുണ്ട്. ഈ വരുന്ന തലമുറയെ ഏതൊരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ സമാധാനമായി പാർക്കേണ്ടത് ഒരു അന്തരീക്ഷത്തിന് പകരം ഇവരെ ഒരു യുദ്ധക്കളത്തിലേക്ക് നാം പറഞ്ഞു വിടുകയാണോ എന്ന് സാധാരണ ജനത്തിന് ചിന്തിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ക്രിസ്തീയ നേതാക്കന്മാരും ഇതേ ചിന്ത, നിങ്ങൾക്കൊരു പക്ഷേ ഭാവിയെ നോക്കി ഒന്നും ചിന്തിക്കേണ്ടി വരികയില്ല. ഇവിടെയുള്ള സാധാരണ ജനത്തിന് അവരുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അവർ ലോകത്തിൽ നിന്ന് പോയി കഴിഞ്ഞാലും അവരുടെ രക്തങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങൾ, തലമുറകൾ ഈ ഭൂമിയിൽ ഇവിടെ ജീവിച്ച് സ്വൈര്യമായി ജീവിക്കേണ്ടതാണ്. അതിനു പകരം നമ്മുടെ ഈ രാജ്യത്ത്, വിശേഷാൽ കേരളത്തിൽ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അങ്ങോട്ടും ഇങ്ങോട്ടും കാക്ക, അണ്ണ അല്ലെങ്കിൽ അച്ചായ എന്ന് വിളിച്ച് പരസ്പരം സൗഹാർദ്ദത്തിൽ ചന്തസ്ഥലങ്ങളിലും ജോലി സ്ഥലങ്ങളിലും വിരുന്ന് വീടുകളിലും മരണ വീടുകളിലും എല്ലാം ഒരുമിച്ച് അന്യോന്യം ഇടപഴകി ജീവിച്ച് സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി ജീവിക്കുന്ന ഈ സമൂഹത്തിന്റെ നടുവിലേക്ക് വർഗീയതയുടെ, മതത്തിന്റെ വിഷവിത്തുകൾ കൊണ്ട് പാകി ഈ സമൂഹത്തെ കലുഷിതമാക്കുവാനാണ് ഇവിടെയുള്ള ഭീകരവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം വളരെ ഗൗരവമായി ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ക്രിസ്ത്യാനികൾ വഞ്ചിക്കപ്പെടുകയാണോ? ക്രിസ്ത്യാനികളിൽ ചില രാഷ്ട്രീയ നേതാക്കന്മാർ പോലും രാഷ്ട്രീയത്തിന്റെ പേരിൽ BJPയുടെ ആ പ്രീണന തന്ത്രത്തിൽ കുടുങ്ങി, അല്ലെങ്കിൽ ജനത്തെ, അല്ലെങ്കിൽ വോട്ടിനെ വിലയ്ക്ക് വാങ്ങാനുള്ള അവിടെ തന്ത്രത്തിൽ കുടുങ്ങി ഇതിന്റെ പിറകെ പോകുന്നുണ്ട്. ക്രിസ്ത്യാനികൾ ഈ സമീപനം വളരെ ഗൗരവത്തോടെ, വിവേചന ബുദ്ധിയോടെ മനസ്സിലാക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രമാണ് എനിക്ക് ക്രിസ്തീയ നേതാക്കളുടെ മുൻപിൽ വയ്ക്കുവാനുള്ളത്. കാരണം ഇത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. ഈ മതേതര രാജ്യത്തെ ഒരു മതരാജ്യമായി പ്രഖ്യാപിക്കാനുള്ള ഹിന്ദുത്വവാദികളുടെ ഈ പരസ്യവുമായ അഥവാ രഹസ്യമായ പരസ്യമായിരിക്കുന്ന ഒരു അജണ്ടയുടെ ഒരു വലിയ യുദ്ധമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ സ്വസ്ഥമായും സ്വൈരമായും ഒക്കെ ജീവിച്ചിരുന്ന ഈ കേരളവും ഇപ്പോൾ ഈ മതരാഷ്ട്രീയത്തിന്റെ ഒരു ചന്തസ്ഥലമായി മാറിയിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്? ചില ചാനലുകൾ പോലും ഇതിനു വേണ്ടി, അതായത് ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന അതിക്രൂരവും നിന്ദ്യവുമായ
പീഡനങ്ങളെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് സാധാരണ ക്രിസ്ത്യാനികൾ പൊട്ടരാണെന്ന് വരുത്തി അതിനു പകരം കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ BJP ക്രിസ്ത്യാനികളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ജനത്തിനിടയിൽ ധാരണ ഉളവാക്കുവാൻ വളരെ ശക്തമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. BJPയുടെ നേതാക്കന്മാരും അതുതന്നെയാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഈ ജബൽപൂരിൽ നടന്ന ആ സംഭവത്തെക്കുറിച്ച് മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ നമ്മുടെ ബഹുമാനപ്പെട്ട MP സുരേഷ് ഗോപിയോട് ചോദിച്ച ആ രംഗം കേരളത്തിലുള്ള ക്രൈസ്തവർ കണ്ടതാണ്. വാസ്തവത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മാന്യനായ മനുഷ്യന്റെ ചിത്രമല്ല കണ്ടത്. ഈ ഹിന്ദുത്വവാദത്തിന്റെ ആ തത്വശാസ്ത്രം അകത്ത് കയറിയ ഒരു BJP നേതാവിന്റെ ചിത്രമാണ് നമുക്ക് അവിടെ കണ്ടത്. അതായത് ഈ തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഏത് തന്ത്രവും എത്ര താഴ്മ വേണമെങ്കിലും താഴ്മ ഭാവിച്ച് എത്ര താണ നിലയിലേക്കും ഇറങ്ങി അഭിനയങ്ങൾ ചെയ്ത്, സുരേഷ് ഗോപി പ്രത്യേകിച്ചൊരു നടനാണല്ലോ, ചെയ്ത് തങ്ങളുടെ കാര്യം സാധിച്ചെടുത്തതിന് ശേഷം അവരുടെ തനി നിറം പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ BJPയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് സുരേഷ് ഗോപി അന്ന് ആ പാവപ്പെട്ട പത്രപ്രവർത്തകനോട് സംസാരിച്ച ഈ രീതി എന്താണ്? ഒരു മനുഷ്യൻ എങ്ങനെ സംസാരിക്കാൻ പറ്റും? ഒരു നേതാവിന് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകന് എങ്ങനെ അങ്ങനെ സംസാരിക്കാൻ പറ്റും? വിരൽ ചൂണ്ടി താൻ ആരാണ് എന്ന് ആക്രോശിക്കുന്ന ആ BJP നേതാവ്, സുരേഷ് ഗോപി എന്ന് പറയുന്നില്ല, BJP നേതാവ്. ഇതാണ് BJPയുടെ യഥാർത്ഥ മുഖം. ഇതാണ് വടക്കേ ഇന്ത്യയിൽ കാണുന്നത്. ഇതവിടെ ആ വടക്കേ ഇന്ത്യയിൽ സാധാരണ ജനം അവിടെ പണം കൊടുത്ത് ഒരു വ്യക്തിയെ മതത്തിലേക്ക് ചേർക്കുന്നെങ്കിൽ അത് ഏത് മതമായാലും പണമോ മറ്റു പ്രലോഭനങ്ങളോ കൊടുത്ത് ഒരു മതത്തിലേക്ക് ആളുകളെ ചേർക്കുന്നുണ്ടെങ്കിൽ അത് അപലപിക്കപ്പെടേണ്ട ഒരു തെറ്റ് തന്നെയാണ്. നിയമപരമായി അതിനെ കൈകാര്യം ചെയ്തെങ്കിലേ പറ്റൂ. എന്നാൽ വടക്കേ ഇന്ത്യയിൽ നടക്കുന്നത് വളരെ സാധുക്കളായ ജനം മൃഗങ്ങളോടൊപ്പം യന്ത്രങ്ങളോടൊപ്പം പകലന്തിയോളം തങ്ങളുടെ ആഹാരത്തിന് വേണ്ടി പണിയെടുത്ത് അവർക്കൊരു പിക്നിക്കിന് പോയി സന്തോഷിക്കാൻ ഇടമില്ല. അവർക്ക് ഒരു വലിയ വിരുന്ന് നടത്തി അവർക്ക് ചില ദിവസങ്ങൾ സന്തോഷിക്കാൻ പറ്റില്ല. അവരുടെ കഷ്ടതയുടെ തീച്ചൂളയിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന, അവരെ സൃഷ്ടിച്ച, അവർക്ക് ജീവൻ നൽകിയ സത്യ ദൈവത്തെ കുറിച്ചുള്ള അറിവ് അവരുടെ ജീവിതത്തിൽ ലഭിക്കുകയും യേശുക്രിസ്തു മാനവജാതിക്ക് നൽകിയ രക്ഷ, ആ രക്ഷ അവർ വിശ്വസിക്കുകയും അങ്ങനെ അവർ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള ആ പദവിയിലേക്ക് അവർ കടന്നു വരുന്നു. അവരാ പദവി ആസ്വദിക്കുന്നു, അവരാ ദൈവത്തിൽ സന്തോഷിക്കുന്നു, അവരാ ദൈവത്തിൽ വിശ്രമിക്കുന്നു, അവരാ ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഈ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടി അഹോവൃത്തിക്ക് വേണ്ടി മാത്രം അധ്വാനിച്ച് മറ്റൊന്നും ജീവിതത്തിൽ അവർക്ക് നേടുവാനില്ലാതെ മുൻപോട്ട് പോകുന്ന ഈ സാധാരണ ജനത്തിന് ഉള്ള ഏക ആശ്വാസം അവരെ സൃഷ്ടിച്ച സർവശക്തനായ സ്നേഹവാനായ, അവർക്ക് ആശ്വാസം കൊടുക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ്, സൃഷ്ടിതാവാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ സാധുക്കൾ ഇരുന്ന് പ്രാർത്ഥിക്കുകയും പാട്ടുപാടി സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവരുടെ നടുവിലേക്ക്
വടിവാളുകളും കുറുവടികളുമായി കടന്നു എന്ന് ഈ ജനത്തെ നിഷ്കരുണം പീഡിപ്പിക്കുന്ന ഈ പൈശാചികമായ ഈ മത തീവ്രവാദം. നമുക്കറിയാം, ഓസ്ട്രേലിയയിൽ വളരെ നല്ല ജീവിത സാഹചര്യങ്ങളിൽ കഴിയേണ്ട ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിനെ കണ്ടെത്തി ഈ ദൈവത്തിന്റെ സ്നേഹത്തിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന് കുഷ്ഠരോഗികളുടെ അടുക്കൽ അവരെ തൊട്ടും കഴുകിയും മരുന്ന് വെച്ചും ആഹാരം കൊടുത്തും തങ്ങളുടെ സമ്പാദ്യവും ജീവിതവും തങ്ങളുടെ കഴിവുകളും ഈ കുഷ്ഠരോഗികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു ശ്രേഷ്ഠ ജീവിതം. ഇവിടുത്തെ RSSകാർ അല്ലെങ്കിൽ ബജറംഗ് ദളുകാർ, സംഘപരിവാർ, BJP എത്ര പേർ കുഷ്ഠരോഗികളെ ചെന്ന് തലോടും, തൊടും, അവരെ ശുശ്രൂഷിക്കും. നമുക്ക് മത നേതാക്കന്മാരുണ്ട്, ആചാര്യന്മാരും ഒക്കെ ഉണ്ടല്ലോ. എന്നാൽ ഒരു മനുഷ്യൻ സത്യദൈവത്തിന്റെ സ്നേഹത്താൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് വർഗമോ വർണ്ണമോ ജാതിയോ ഒന്നും ഒരു വിഷയമല്ലാതെ ഇവിടെ കടന്നു വന്ന് ആ ദൈവസ്നേഹം ഈ സാധു മനുഷ്യരിലേക്ക് പകർന്നു കൊടുത്ത ആ മനുഷ്യനെ 2 പിഞ്ചോമനകളോട് ചേർത്ത് ഒരു വാഹനത്തിലിട്ട് എണ്ണയൊഴിച്ച് കത്തിച്ച ഭീകര മതവാദം എത്ര പൈശാചികമാണെന്ന് നാം തിരിച്ചറിയണം. ആ കുഞ്ഞുങ്ങൾ തീയിൽ നിന്ന് പ്രാണന് വേണ്ടി പിടഞ്ഞ് പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചപ്പോൾ മതത്തിന്റെ ചിഹ്നങ്ങളായ ആയുധങ്ങൾ, ത്രിശൂലവും മറ്റും കൊണ്ട് ആ കുഞ്ഞുങ്ങളെ കുത്തി ഇറച്ചി വേവിക്കുന്നത് പോലെ വീണ്ടും തീയിലേക്കിട്ട നിഷ്ഠൂരത ഏത് മനുഷ്യവർഗത്തിലെ ഒരുവന് സഹിക്കാൻ കഴിയും? ഇതാണ് മത തീവ്രത. മുമ്പ് ഓർപ്പിച്ചതുപോലെ കാറൽ മാർക്സ് പറഞ്ഞതുപോലെ ഈ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. അത് മണ്ടയിൽ കയറ്റിയാൽ അത് കുത്തിവെക്കുക, അത് കച്ചവടം ചെയ്യുകയാണ് നടക്കുന്നത്. ഇവിടുത്തെ മയക്കുമരുന്ന് വ്യാപാരത്തെക്കാൾ തീവ്രമാണ് മത തീവ്രത എന്ന് പറയുന്നത്. അത് അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയില്ല. അവനെ കൊല്ലുന്നതിന് യാതൊരു മടിയുമില്ല. എന്തും ചെയ്യും, എങ്ങനെയും ചെയ്യും. മുസ്ലിമിലായാലും ഹിന്ദുവിലായാലും ഇതാണ് കാണുന്നത്. ക്രിസ്ത്യാനികൾ എന്നും ഈ രാജ്യത്തിനു വേണ്ടി, രാജ്യത്തിന്റെ നന്മയ്ക്കു വേണ്ടി, സമൂഹത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി, രാജ്യത്തിന്റെ സാംസ്കാരികവും സാങ്കേതികവുമായ ഉയർച്ചയ്ക്കു വേണ്ടി പണിയെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, സംഭാവനകൾ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ അവർ ചെയ്യുന്ന തെറ്റ് മദ്യപന്മാരായി ലോകത്തിന്റെ അഴുക്ക് ജാലികൾ കിടന്ന് ജീവിതത്തിൽ ആത്മഹത്യ മാത്രം ജീവിതത്തിലുള്ളവരായി ശേഷിക്കുന്നവരായി, ജീവിതത്തിൽ തിക്ത അനുഭവങ്ങൾ കൂടെ മരണഭീതിയിൽ ജീവിച്ച ജനം ഈ ലോകത്തെ ഉണ്ടാക്കിയ സർവശക്തനായ ദൈവം മാനവജാതിക്ക് ദൈവത്തിന്റെ മക്കളായി, പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗത്തിന് ദൈവത്തിന്റെ മക്കളായി ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം തുറന്ന ഏക വഴിയാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം ഒരു യാദൃച്ഛിക സംഭവമായിരുന്നില്ല. യേശുക്രിസ്തു മരിക്കുവാൻ വേണ്ടി ലോകത്തിലേക്ക് വന്നു. തന്റെ ജീവനെ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തമായി ദൈവനീതിയുടെ മുൻപിൽ യാഗമായി അർപ്പിക്കുവാൻ ലോകത്തിലേക്ക് വന്ന ഒരേ ഒരു രക്ഷകൻ.
പാപം നിറഞ്ഞ ലോകത്തിൽ പാപം ചെയ്യാതെ വിശുദ്ധി എന്താണെന്ന്, വിശുദ്ധ ജീവിതം എന്താണെന്ന് മാനവജാതിക്ക് തന്റെ ജീവിതത്തിലൂടെ കാട്ടിക്കൊടുത്ത ഏക രക്ഷകൻ, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഏക രക്ഷകൻ ഈ കർത്താവായ യേശു ക്രിസ്തുവാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അങ്ങനെ ജീവിതത്തിന്റെ തകർന്ന അനുഭവങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കി മറ്റെല്ലാം പരാജയപ്പെട്ടപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശ്രയിച്ച് പാപവഴികൾ ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവനായി വിശ്വസിച്ച് ആ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ ജീവിതത്തിൽ വരുത്തിയ മനുഷ്യജീവിതത്തിന്റെ വ്യതിയാനം, അവൻ കണ്ടെത്തുന്ന സന്തോഷം, ലോകത്തിൽ പണത്തിനോ മാന്യതയ്ക്കോ വിദ്യാഭ്യാസത്തിനോ മറ്റ് യാതൊന്നിനും നൽകുവാൻ കഴിയാത്ത സന്തോഷവും സമാധാനവും മാത്രമല്ല, മനുഷ്യജീവിതം ക്ഷണികമാണെന്നും മരണം മനുഷ്യജീവിതത്തിന്റെ അവസാനമല്ലെന്നും മരണത്തിനപ്പുറം ഈ അഖിലാണ്ടത്തെ ഉണ്ടാക്കിയ മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയ സൃഷ്ടിതാവിന്റെ മുൻപിൽ സകല മനുഷ്യരും തങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത പ്രവർത്തികൾക്ക് പ്രതിഫലം വാങ്ങുവാൻ ഒരു നാൾ അവിടുത്തെ ന്യായവിധിയുടെ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരുമെന്നും ആത്മാ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെട്ട് മനസ്സിലാക്കിയ മനുഷ്യർ തങ്ങളുടെ സഹജീവികളോട് ജീവൻ പോകേണ്ടി വന്നാലും ഈ സത്യ ദൈവത്തെക്കുറിച്ച്, ഈ സത്യ രക്ഷാ മാർഗത്തെക്കുറിച്ച്, ഈ ഏക രക്ഷകനായ യേശുക്രിസ്തുവിനെ കുറിച്ച്, ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാതിരിക്കുവാൻ കഴിയാത്തതുകൊണ്ട് സഹജീവികളോടുള്ള സ്നേഹം നിമിത്തം നാടും വീടും വിട്ട് എവിടെയെല്ലാം പോയി ഈ സുവിശേഷം അറിയിക്കുന്നു. നിങ്ങൾ ലോക ചരിത്രത്തിലേക്ക് നോക്കൂ, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് നോക്കൂ, ലോക ചരിത്രങ്ങളിലേക്ക് നോക്കൂ. മനുഷ്യനെ ഭക്ഷിച്ചിരുന്നവർ, കാട്ടാള തുല്യമായി ജീവിതം നയിച്ചിരുന്നവർ ഈ സുവിശേഷം നിമിത്തം രൂപാന്തരപ്പെട്ട് ഒരു നല്ല ജീവിതത്തിനും സംസ്കാരത്തിനും ഉടമകളായി തീർന്ന ചരിത്രം എത്രയോ വലിയതാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ചാനൽ ഇരുന്നു കൊണ്ട് രണ്ടുപേർ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. യേശുക്രിസ്തു ഒടുവിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ വസ്ത്രം വിറ്റ് വാൾ വാങ്ങിക്കൊള്ളുവാൻ പറഞ്ഞു. അപ്പൊ മറ്റൊരാൾ പറഞ്ഞു, ഇന്ന് ക്രിസ്ത്യാനികൾ വാൾ എടുക്കാത്തതാണ് അവർക്കെതിരെയുള്ള പ്രശ്നത്തിന്റെ കാരണമെന്ന്. എന്റെ മാന്യ സ്നേഹിത, വാൾ എടുക്കുന്നതാണ് പ്രശ്നമെന്ന് ഞങ്ങളുടെ ഗുരു ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. വാൾ വാങ്ങുവാൻ പറഞ്ഞ യേശുക്രിസ്തു തന്റെ മരണസമയത്ത് അവരുടെ ഉറയിൽ കിടന്ന വാളെടുത്ത് യേശുവിനെ പിടിക്കുവാൻ വന്ന മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി ആ വെട്ടവന്റെ കാതിൽ കൊണ്ടു കാത് മുറിഞ്ഞ് താഴെ വീണപ്പോൾ ആ കാതെടുത്ത് ചേർത്ത് വെച്ച് അവനെ സൗഖ്യമാക്കിയിട്ട് വെട്ടിയ ശിഷ്യനോട് പറഞ്ഞു, നീ വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. ക്രിസ്ത്യാനി വാളെടുക്കാത്തത് വാളില്ലാത്തത് കൊണ്ടല്ല, വാളെടുക്കുവാൻ സൗകര്യമുള്ളപ്പോൾ, എതിർക്കുവാൻ കഴിവുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, ചോരയും നീരുമുള്ളപ്പോഴും തങ്ങളുടെ കഴിവുകൾ ദൈവസ്നേഹത്തിന് അടിയറ വെച്ച് സഹജീവികളുടെ രക്ഷയ്ക്കു വേണ്ടി, ദൈവസ്നേഹത്തിന്റെ പ്രദർശനത്തിനു വേണ്ടി സഹിഷ്ണുത പാലിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അതാണ് യേശുക്രിസ്തു വാൾ വാങ്ങുവാൻ പറഞ്ഞതിലൂടെ പഠിപ്പിച്ചത്. എല്ലാം ഉണ്ട്, സകല സജ്ജീകരണങ്ങളും. വേണമെങ്കിൽ എതിർക്കാം,
അതിനുള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക ആഴത്വപരമായിരിക്കുന്ന എല്ലാ കഴിവുകളുമുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന ഒരു സിംഹം പോലെയാണ് ക്രിസ്ത്യാനി. അവൻ എഴുന്നേൽക്കും, എഴുന്നേറ്റാൽ. എന്നാൽ അവൻ സഹിക്കുന്നു. കാരണം ഞങ്ങളുടെ ഗുരു അത് സഹിച്ചതാണ്, അത് പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ വാളെടുക്കാതെ ഇരിക്കുന്നു. വാള് ഇല്ലാത്തത് കൊണ്ടല്ല എന്ന് ലോകം മനസ്സിലാക്കണമെന്ന് ഞങ്ങളുടെ ഗുരു ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഈ നാളുകളിൽ കേരളത്തിൽ കൂടെ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ച് ഭരണം പിടിച്ചെടുത്ത് ഈ രാജ്യത്തെ വർഗീയതയ്ക്ക് അടിയറ വയ്ക്കാനുള്ള ഇന്നത്തെ രാഷ്ട്രീയ പ്രീണനങ്ങളെ ക്രൈസ്തവ സമൂഹം വളരെ വിവേചനാബുദ്ധിയോടെ മനസ്സിലാക്കി വഞ്ചിക്കപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവാൻ ഒരു മുന്നറിയിപ്പായി ഈ സന്ദേശം ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്.